30ഓളം ഇംഗ്ലീഷ് കവിതകൾ ബുക്കാക്കി മാറ്റി. പുസ്തക പ്രകാശനം നടത്താൻ തയ്യാറാവുകയാണ് കീഴൂർ സ്വദേശിനി സുവർണ ഡി എന്ന 15-കാരി. കുറവിലങ്ങാട് ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സുവർണ 9ാം ക്ലാസ് മുതലാണ് കവിതകൾ എഴുതുവാൻ തുടങ്ങിയത്. DB കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഇന്ദു KS, ചേർത്തല SN കോളേജ് അധ്യാപകൻ ഡോക്ടർ ബിജു MS എന്നിവർ കവിത വായിച്ച് വിലയിരുത്തി. അവരുടെ നിർബന്ധപ്രകാരമാണ് പുസ്തക രൂപമാക്കാൻ വേണ്ടി തയ്യാറായതെന്ന് സുവർണ പറഞ്ഞു. ദേവസ്വം ജീവനക്കാരൻ ദീപുവിന്റെയും കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫുമായ സരിതയുടെയും മൂത്ത മകളാണ് സുവർണ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുവർണ. അപ്പൊ ഇന്ന് എന്റെ ലാവൻഡർ ബ്ലൂംസ് എന്ന ബുക്കിന്റെ പ്രകാശനമായിരുന്നു. ഇത് ടോട്ടല് 30 ഇംഗ്ലീഷ് പോയിന്റ്സ് ആണ് ഉള്ളത്. ഇതെന്റെ അച്ഛൻ ദീപു, ഇത് അമ്മ സരിത, എന്റെ അനിയത്തി വിസ്മയ. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പം 10th കഴിഞ്ഞു. 10th എക്സാം എഴുതി. അപ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് എനിക്ക് ഈ ബുക്കിനുള്ള മിക്ക ടോപ്പിക്സുകളൊക്കെ എടുത്തു തന്നത്. എന്നെ കലോത്സവത്തിന് ഇംഗ്ലീഷ് പോയിംസ് എഴുതാനായിട്ട് എന്നെ സെലക്ട് ചെയ്തു അവിടുത്തെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് തന്നെയാണ് എന്റെ പോയിന്റ്സിലെ തെറ്റുകളൊക്കെ തിരുത്തി പ്രൂഫ് റീഡ് ചെയ്തതും ടീച്ചേഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം സാധാരണ ഇന്നത്തെ അച്ഛനോടും അമ്മയോടൊക്കെ കുട്ടികൾ കൂടുതലും പറയുന്നത് അച്ഛൻ എനിക്ക് മൊബൈൽ മേടിച്ചു തരണം, അതല്ലെങ്കിൽ അതുപോലത്തെ ഐറ്റംസ് ആണ് കൂടുതലും പറയുന്നത്. എന്നോട് ഇയാൾ 1-2 പ്രാവശ്യം പറഞ്ഞു അച്ഛൻ എനിക്ക് കുറച്ച് ബുക്സ് മേടിക്കണം. ഞാൻ ആദ്യമൊന്നും അത് അത്രയും കാര്യമാക്കിയില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പം ഇയാളുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നല്ല കാര്യമാണ്. അപ്പം പല പല ബുക്സും ഞാൻ കോട്ടയത്തു നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഇയാൾ പറയുന്ന എനിക്ക് കുറച്ച് എഴുതി തരും. അത് കൊണ്ട് കൊടുക്കുകയും അത് ഒത്തിരി പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാനും ബുക്സ് വായിക്കാനൊക്കെ പറ്റി. അതുകൊണ്ടാണ് ഇപ്പം ഈ നിലവിൽ ഇങ്ങനെ ഇത്രയൊക്കെ ആകാൻ കഴിഞ്ഞത്. ഇനി ഇയാൾ ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള നിലയിൽ വളരെയേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നത്തെ യുവതലമുറ റീൽസിന്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിംസിന്റെയും എല്ലാം ലോകത്താണ്. അപ്പോൾ ആ വായനയുടെ ലോകത്ത് നിന്നും എഴുത്തിന്റെ ലോകത്ത് നിന്നും ഒരുപാട് അകലെയാണ് ഇന്നത്തെ കുട്ടികളെല്ലാം. ആ ഒരു കാലത്ത് എൻ്റെ മകൾ ഇങ്ങനെ കവിത എഴുതി പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ലാവൻഡർ ബ്ലൂംസ് എന്ന ഈ 30 കവിതകളും മോളുടെ ടീച്ചേഴ്സാണ് ഇതിനുവേണ്ടി ടോപ്പിക്സ് എല്ലാം സെലക്ട് ചെയ്തത്. അതിനകത്ത് അവൾ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്ത 30 കവിതകളാണ് ലാവൻഡർ ബ്ലൂംസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ ഈ ലാവൻഡർ ബ്ലൂംസ് എന്നുള്ള പുസ്തകം എല്ലാവരും വായിക്കണം. ഞാൻ ഇതിൽ വായിച്ചായിരുന്നു. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വായിക്കാൻ നോക്കണം.